ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി കണ്ടോ? എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ഇറക്കിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ ഡൽഹി ട്രിപ്പിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള ലാൽ കിലയിലാണ്. അപ്പോൾ നമ്മുടെ റെഡ് ഫോർട്ട്. അപ്പോൾ റെഡ് ഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ പറയുന്നത് പറഞ്ഞാൽ 4 മണിക്കൂർ എടുക്കും ഇതിനകത്ത് കയറിയതെന്ന് ചുറ്റി കാണാനെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും 4 മണിക്കൂർ എന്തായാലും ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണമെന്നും ഞാൻ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യും. ഞങ്ങളെ കൂടെ ഉള്ളവർക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ പുറമേക്ക് ഒന്ന് ചുറ്റി കിടന്ന് നമുക്ക് കാണുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാൽ കിലയുടെ ഒരു ചെറിയ ടൂറാണ്. ഈ പൂട്ടിക്കിടക്കുന്ന ഗേറ്റ് തുറക്കണമെങ്കിൽ ഉച്ചയ്ക്ക് 12:30 ആവും. ഇപ്പം ഇത് എവിടെയാണെന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ തോന്നാം. ഇത് വേറെ എവിടെയല്ല, നമ്മളെ കേരള ഹൗസിലെ സമൃദ്ധി ക്യാൻറ്റീനിലേക്കുള്ള ഗേറ്റാണ്. ഉച്ചയ്ക്ക് 12:30 മാത്രമേ തുറക്കത്തുള്ളൂ. അങ്ങനെ തുറന്ന് നമ്മൾ സമൃദ്ധി ക്യാൻറ്റീനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ സമൃദ്ധി ക്യാൻറ്റീനിൽ വന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം ലാൽ കിലയിലെ മറ്റ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ സമൃദ്ധി ക്യാൻറ്റീനിൻ്റെ രീതി എന്ന് പറയുന്നത്, ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഭക്ഷണത്തിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് ടോക്കണെല്ലാം അടുത്ത് ഫുഡെല്ലാം സെർവ് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇവിടെ ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. കേരള ഹൗസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിനും നല്ല സൗകര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരു ടേബിളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ടേബിളിൽ മോരും അതുപോലെ രസമൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ഊണാണ് പറഞ്ഞത്, നമുക്കുള്ള ഊണെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഊണ് കൊണ്ടുവച്ചതിൻ്റെ പിറകെ സാമ്പാറെല്ലാം നമുക്ക് ഒഴിച്ചു വന്നിട്ടുണ്ട്. പരിപ്പൊന്നുമില്ല. പിന്നെ കൊണ്ടാട്ടം മുളകോടെ ടേബിൾ ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് എടുത്ത് കഴിക്കാം. പിന്നെ ഊണിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാബേജും പച്ചടിയുണ്ട്, ബീറ്റ്റൂട്ട് പച്ചടിയുണ്ട്. ക്യാബേജ് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ക്യാബേജ് തന്നെ, പച്ചടിയും അതുപോലെ നല്ലത് തന്നെയായിരുന്നു. പിന്നെ പയർ വെച്ചിട്ടുള്ളൊരു കറിയുണ്ട്, പിന്നെ അവിയലുണ്ട്. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ പറഞ്ഞിരുന്നു. അയല ഫിഷ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത് ചെറിയ പാരയാണ്. എന്നാലും ഈ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് കടലൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും കാണുമല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അടിപൊളി ഒരു നാടൻ ഊണൊക്കെ കഴിച്ച് നമ്മൾ കേരള ഹൗസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കേരള ഹൗസിൽ ഇങ്ങനെ ഒരുപാട് വണ്ടിയെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ലാൽ കിലയിലെ കാര്യങ്ങൾ കാണാം. കാർ പാർക്കിങ്ങിലാണ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തത്. അവിടെ നിന്ന് റെഡ് ഫോർട്ടിന് അടുത്തേക്ക് ഞങ്ങളിങ്ങനെ നടന്നു വരുന്ന വഴിയാണ്. ഓപ്പോസിറ്റ് വ്യത്യസ്തമാർന്ന വേഷവിധാനത്തോടുകൂടി കുറച്ച് ആൾക്കാരെല്ലാം വരുന്നുണ്ട്. അവരുടെ വേഷം കണ്ടിട്ട് എനിക്ക് രാജസ്ഥാനിൽ നിന്ന് വന്നവരാണെന്നാണ് തോന്നുന്നത്. അവരെയും പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ റെഡ് ഫോർട്ടിൻ്റെ മെയിൻ ഗേറ്റുകളിലൊന്നായ ഡൽഹി ഗേറ്റാണ് മുന്നിൽ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ലാൽ കിലയുടെ അകത്തേക്ക് കയറാൻ നമുക്ക് ഉദ്ദേശമില്ലാത്തത് കൊണ്ട് ഡൽഹി ഗേറ്റിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് നിന്ന് മെയിൻ ഗേറ്റായ ലാഹോർ ഗേറ്റിന് അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നതാണെങ്കിൽ ഇന്ത്യക്കാർക്കാണെങ്കിൽ 35 റുപ്പീസാണ്. പക്ഷേ അത് ഫോറിനേഴ്സിനാണെങ്കിൽ 500 റുപ്പീസാണ്. ഈ ഒരു ഡിഫറൻസ് ഇന്ത്യയിലെ മിക്ക മോണുമെൻറ്റ്സിലും ചെന്ന് നമുക്ക് കാണാൻ കഴിയും. ഫോറിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വളരെ കൂടുതലാണ് ഇപ്പോഴും ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ദൂരം നടന്ന് വേണം മെയിൻ ഗേറ്റായ ലാഹോർ ഗേറ്റിലേക്ക് എത്തിച്ചേരാനുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നടത്തം ഒഴിവാക്കാനായിട്ട് ഈ കാണുന്ന ഓട്ടോയിൽ കയറി പോകാവുന്നേ ഉള്ളൂ. പക്ഷേ ഓട്ടോയുടെ എണ്ണം വളരെ കുറവാണ്, അതുകൊണ്ട് ഇത് കിട്ടാൻ വലിയ പാടാണ്. ഞങ്ങളെന്തായാലും ഓട്ടോയ്ക്കൊന്നും കാത്തു നിൽക്കാതെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ നടക്കുന്നത് ഉച്ച സമയമാണെങ്കിലും വലിയ ചൂടൊന്നും ഈ ഏരിയയിൽ ഫീൽ ചെയ്യുന്നില്ല. 4 ചുറ്റും നല്ല മരങ്ങളുണ്ട്. അതിൻ്റെ ഈ തണലിലൂടെയൊക്കെ നടക്കുന്നത് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അങ്ങനെ നടന്ന് നമ്മൾ ലാഹോർ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ച്, ഈ 4 ചുറ്റും ഉണ്ടല്ലോ, ലാൽ കിലയുടെ 4 ചുറ്റും ഒരു കിടങ്ങെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. കണ്ടോ ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി കണ്ടോ? എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റോൺസ് അടുക്കി ഇങ്ങനെ കെട്ടിപ്പോയിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ആ ഏരിയ കണ്ടു കഴിഞ്ഞാണ്ടോ, ആ ഏരിയ കണ്ടോ, അവിടെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് കിടപ്പുണ്ട്. റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ട് തന്നെയാണ് ലാൽ കിലയുടെ നിർമ്മാണവും നടത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ലാൽ കിലയുടെ മുന്നിലേക്ക് പോകാം. ഇവിടെ ഒരു വലിയ മൈതാനമുണ്ട്, ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടം. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ സൈഡിൽ നിന്ന് ഇത്രയും ദൂരം നടന്നപ്പോൾ നമ്മൾ ഈ ലാൽ കിലയുടെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അത്രയും തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടും ഉണ്ട്. പിന്നെ ഇതുപോലെ കറങ്ങി കിടക്കുകയാണ്. ആക്ച്വലി ഒരു ഹ്യൂജ്, നേരത്തെ അവർ പറഞ്ഞത് 4 മണിക്കൂർ എടുക്കുന്നത് അകത്ത് കയറി കാണണമെന്ന് പറയുന്നത് ശരിക്കും സത്യസന്ധമായ കാര്യമാണ്. ഞാൻ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ച് അവർ ചുമ്മാ പറയുന്നത് അല്ല, ഇത് ഫുള്ള് കാണണമെങ്കിൽ എത്രയും ടൈം എടുക്കും.
ലാൽ കില എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ഫ്രണ്ടിലെ ഈ ഒരു വ്യൂ ആണ്. ഇതാണ് മെയിൻ ഗേറ്റ്. ഇത് ലാഹോറി ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇൻഡിപെൻഡൻസ് ഡേ അന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ലാൽ കില പണി കഴിപ്പിച്ചതും ഷാജഹാൻ തന്നെയായിരുന്നു. 1639 1648 ഇടയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അതിനുശേഷം ഷാജഹാൻ തൻ്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ആർക്കിടെക്റ്റ് താജ്മഹലിൻ്റെ ആർക്കിടെക്റ്റായിരുന്ന ഉസ്താദ് അഹമ്മദ് ലഹോറി തന്നെയായിരുന്നു. ഈ ഫോറിനകത്ത് കയറി കറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടയേർഡാവുന്ന ഒരു പരിപാടിയാണ്. മാത്രമല്ല ഇത് 4 മണിക്കൂറിലോളം എടുക്കും ഇത് കറങ്ങി വരാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ നമ്മൾ 1-2 ഫോർട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് ബോറിംഗ് ആയിട്ട് വളരെ ഈ ഇതിനെക്കുറിച്ച് റിസർച്ച് ഒക്കെ ചെയ്യുന്നവരോ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നവർക്ക് എല്ലാ ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ബോറിംഗ് ആണ്. അപ്പോൾ എനിക്കിത് കയറി കാണണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെ കൂടെ വന്നവർക്ക് ഇത്രയും ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങും അതുപോലെ തന്നെ എന്താണ് ഈ തരത്തിലുള്ള ഈ അമേസിങ് ആയിട്ടുള്ള നിർമ്മിതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്ര കണ്ടാലും മതി തരത്തില്ല. അതിലൂടെ കറങ്ങി നടക്കാനും കുറേ ടൈമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് കാസിലൊക്കെ കാണുമ്പോൾ തന്നെ കാസിൽ എന്തിരിക്കുന്നത് കാണാനൊക്കെ ചോദിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കാസിലൊന്നും അതുപോലുള്ള ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസൊക്കെ ഭയങ്കര അതിനകത്ത് ഹിസ്റ്ററി കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായിട്ടായിരിക്കും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കാണാനും ഇതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരാനും ഇതൊക്കെ കാണാനൊക്കെ കഴിഞ്ഞത് ലക്കായിട്ട് തന്നെ കാണുന്നു. എന്തായാലും കുറച്ചുകൂടെയൊക്കെ ഇവിടെ കറങ്ങി നടക്കാം, എന്നിട്ട് പോവാം. റെഡ് ഫോർട്ടിനകത്ത് ദിവാനി ഖാസ്, ദിവാനെ ആം, രംഗ് മഹൽ, ഹീര മഹൽ തുടങ്ങിയ പലതരത്തിലുള്ള മഹലുകളും അതുപോലെ തന്നെ മസ്ജിദും നമ്മൾ ആഗ്ര ഫോർട്ടിനെ കണ്ടതുപോലെ ഒട്ടനവധി കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഉറപ്പായി ഇതിനകത്ത് കയറി ഇതൊക്കെ കാണണമെന്ന് വിചാരിക്കുന്നു. ഡൽഹിയിലെ ലാൽ കിലയെ പറ്റിയുള്ള നമ്മുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ലാൽ കിലയെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹ്യൂജ് ബിൽഡിംഗ്. എത്ര കണ്ടാലും നമുക്ക് അതിൻ്റെ ആ ഒരു നിർമ്മാണത്തിൻ്റെ ആ ഒരു വൈദഗ്ധ്യം ഉണ്ടല്ലോ, അത് ഇങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മളിനി വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. അതൊക്കെ ആയിരിക്കും ഇനി അടുത്ത വരാൻ പോകുന്ന വ്ളോഗുകൾ. അപ്പോൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ദിഷാമിൻ ജില്ല കാണാൻ സൈനിങ് ഓഫ്.